സ്നേഹിതന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം നമ്മളെ മാട്ടൂൽ സ്ട്രീറ്റ് നമ്പർ 23 ഞാൻ 2-3 ദിവസം മുമ്പ് സ്റ്റോപ്പ് മെമ്മോ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഇവിടെ വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നു. പക്ഷേ അതിൽ പോലീസും വന്നിരുന്നു. അതിനുശേഷം ഒരു വ്യക്തി ഒരു കൂട്ടുകാരൻ എന്നോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അത് 1 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇത് തുറക്കുന്നു. പക്ഷേ ഞാൻ വന്നപ്പോഴില്ല, ഇവിടുത്തെ അവസ്ഥ വളരെ ഡേഞ്ചറാണ്. ഇത് ഓരോ ഭാഗത്തു നിന്നും ഓരോ ബിൽഡിങ് ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ബാക്കിലുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ ഇത് കടലാണ്. നേരെ കാണുന്ന കടൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ശരിക്കും CRZ B ഷെഡ്യൂളിൽ വരുന്ന സ്ഥലമാണിത്. ഇവിടെ നോട്ട് ഡെവലപ്മെൻറ്റ് സോണാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥലത്താണ് ഈ കാര്യങ്ങളിൽ ചെയ്തു വെക്കുന്നത്. ഞാൻ പറഞ്ഞ ആ വീഡിയോ, ഞാൻ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത വീഡിയോ, ഇനി എനിക്ക് പറയാനുള്ളത് 24 മണിക്കൂർ സമയം അതിനുള്ളിൽ ഈ സാധനങ്ങളിൽ കെട്ടിപ്പുറക്കി കൊണ്ടുപോയിക്കോളും. ഇതിലൊരു വിട്ടുവെച്ചൊക്കെ ഞാൻ തയ്യാറില്ല. കാരണം ഇത് ഇങ്ങനെ ഒരാൾ നമ്മൾ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവർ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ വീഡിയോസ് ഇനി ചെയ്യാനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ദിവസം വന്നു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് എനിക്ക് എടുക്കേണ്ടി വരും. പക്ഷേ ഇതൊരാൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത് റിയാദ് ഗഫൂർ എന്ന 2 ആൾക്കാർക്കാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ള കാര്യം കറക്റ്റായിട്ട് കാണിച്ചു തരുതാ നോക്കിയേ. നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കൊയ്യാട്ടിലിടുമ്പോൾ എന്താക്കും, ഒരു ബെൽറ്റിലിട്ടിട്ടാണ് ചെയ്യാൻ. ഇതിൻ്റെ തറവാട് സ്വത്താണ്. എല്ലാവർക്കും ഇങ്ങനെ ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ആയിരിക്കും ഇവിടുത്തെ അവസ്ഥ? നമ്മൾ നേരിട്ടിട്ട് ഇതാ, നിങ്ങൾ നേരിട്ടുള്ള കാഴ്ചയാണ്. ഇന്ന് ഡേറ്റ് എത്രയാണ്? ഇന്ന് 23/8/2026 കറക്റ്റ് കേടാ. ഇത് തമ്മിലുള്ള ദൂരം, നമ്മൾ ഈ കടലും ഇതുമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഇതിൽ ഈടെ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് ഇവർ സമ്മതിക്കുന്നത്, ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നീളത്തിൽ ഇങ്ങനെ കല്ല് കെട്ടാ, ഇതെന്താണ്? ഒരു നിയമവ്യവസ്ഥയെ തന്നെ ഇവർ വെല്ലുവിളിക്കുകയാണ്. ആരാണ് വെല്ലുവിളിക്കുന്നത്? അതെനിക്കറിയണം. ഇത് 1 മാസമല്ല, കൃത്യം 24 മണിക്കൂർ. അല്ലെങ്കിൽ ഈ സാധനം വെച്ചിട്ട് തന്നെ ഞാൻ കോടതിയിൽ പോകും, വിജിലൻസിൽ പോകും, കോടതിയിൽ പോകും, അതുപോലെ ഹരിത ട്രിബ്യൂണലിൽ പോകും, CRZ കോസ്റ്റൽ സോണിൻ്റെ മാക്സിമം ഏറ്റവും വലിയ അധികാരികളുടെ ഞാൻ ഇത് പോകും. ഇവിടെയുള്ള ഒരു വീഡിയോ മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി എന്നെക്കൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിപ്പിക്കരുത്. ഇവിടെ മാട്ടൂൽ ഈ 23 ഇനിയും കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയും ഞാൻ വിടില്ല 100%. അതാരായാലും എനിക്കൊരു പ്രശ്നമില്ല. സ്നേഹം സോഷ്യൽ മീഡിയ കൂട്ടായ്മ അന്നേ പറഞ്ഞതാണ്, ഒരു തരത്തിൽ പോലും ഇങ്ങനെയുള്ള ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. നമ്മുടെ നാട്ടിലുണ്ട് കടലും കടപ്പുറവും എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇതെല്ലാം ആരേന്ന്, ഇത് ആരെയുള്ള വെള്ളപൂശലോ, ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് വ്യക്തമായിട്ട് അതറിയണോ? ആരായാലും ഇത് എന്നെ വെല്ലുവിളിച്ച ആൾക്ക് കൊടുക്കുന്ന മറുപടിയല്ല. ഇത് സമൂഹത്തിനുള്ള ഏറ്റവും നല്ലൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഒരാൾ ഉണരേണ്ട സമയത്ത് എന്നെ ഉണർന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി ഇവിടെ കയറി വരും, ഇങ്ങനെയുള്ള സാധനങ്ങൾ കെട്ടിയിടും. അതുകൊണ്ട് നാളെ 24 മണിക്കൂർ, നാളെ ഇതേ സമയമാകുമ്പോഴേക്ക് ഈ സാധനം ഇവിടെ തോണ്ടിയിട്ടില്ലെങ്കിൽ സെക്രട്ടറി ആയിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, ജില്ലാ കളക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരെല്ലാമാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.